ദാ വീണ്ടും നമുക്ക് ഇത്രയും ഭംഗിയിൽ ഒരു സാരിയും കൂടെ ഒരു ഡ്രസ്സ് തയ്യാറാക്കണ്ടേ. കഴിഞ്ഞ ദിവസത്തിനെക്കാളും ഇതിന്റെ ബാക്ക് വശമൊക്കെ വ്യത്യാസമുണ്ട്. കണ്ടോ, ഇതെങ്ങനെയാ ഉടുത്ത് ശരിയാക്കുന്നതെന്നുള്ള കാണാം. നമ്മൾ സാധാരണ സാരി കുത്തുന്ന എങ്ങനെയാ അതേ രീതിയിൽ തന്നെ സാരി ചുറ്റാൻ തുടങ്ങാം. ഇത് ഞാനൊരു നെറ്റിന്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കൈവശം ഇതുപോലെ സാരി ഉണ്ടല്ലോ, ഒറ്റ കളർ സിൽക്കിന്റെ സാരി ഉണ്ടല്ലോ, അല്ലെ ഡിസൈനർ സാരി ഉണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. മുന്താണി വലിയ വർക്കുള്ളത് എടുക്കല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം കാണിച്ച ഒരു ഡിസൈനർ സാരിയാണല്ലോ. അപ്പൊ ഇതേപോലെ പുറവശമൊക്കെ ഒരേ ലെങ്ത് അനുസരിച്ചിട്ട് കുത്തിയെടുക്കാം. സാധാരണ നമ്മൾ സാരി വെട്ടുമ്പോ ഇവിടെ വരെ ഇങ്ങനെ വന്നിട്ട് പിന്നീട് പ്ലീറ്റ് എടുക്കുവാണ് പണി അല്ലേ. അപ്പൊ ഇതിനങ്ങനെയല്ല. ഇത് ഈ ഭാഗവും ഇതേപോലെ ഫുള്ള് ലെങ്ത് നമുക്ക് ഒരേ ഇത് വേണം കേട്ടോ. വീണ്ടും ഒരു ചുറ്റൂടെ ചുറ്റുവാണ്. കണ്ടോ, ഇവിടെ വരെ ചുറ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കാം ഇങ്ങനെ രണ്ട് ചുറ്റിയപ്പോ നിങ്ങൾക്ക് കാലെടുക്കാൻ പാടുണ്ട്, പ്രയാസമുണ്ടെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാല് നമ്മുടെ അണ്ടർ സ്കേർട്ടിന് വീതി ഉണ്ടെങ്കിൽ കാല് അതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തോളിലോട്ട് ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, മുന്താണി വെച്ച്, അവിടെ മുതല് ഇതേപോലെ പ്ലീറ്റ് എടുത്ത് തുടങ്ങും. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒന്ന് ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തത് ഇതിന്റെ സെന്റർ ഭാഗം പിടിച്ചിട്ട് ഒരു ചുറ്റിയേ ഉള്ളായിരുന്നു. സെന്റർ ഭാഗം പിടിച്ചിട്ട് കുത്തിയിട്ട് രണ്ട് സൈഡിൽ നിന്നും പ്ലീറ്റ് എടുത്തായിരുന്നു കുത്തിയത്. ഇതങ്ങനെയല്ല, ഒറ്റ സൈഡിൽ നിന്ന് ഇതുപോലെ മാത്രം പ്ലീറ്റ് എടുത്താൽ മതി, നമ്മൾ സാധാരണ സാരി ഇട്ടുന്ന പോലെ. എന്നിട്ട് കറക്റ്റ് ലെങ്ത് വെച്ച് ഇതേപോലെ കുത്തുക. കണ്ടോ, അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ നിന്നും ഈ ഒരു പ്ലീറ്റിന്റെ അറ്റത്തെ പ്ലീറ്റിന്റെ ഭാഗം എടുത്ത് ഇതേപോലെ ബാക്കിലോട്ട് കുത്തിവെക്കുന്നു. കണ്ടോ, ഈ വശവും അതുപോലെ തന്നെ പ്ലീറ്റ് തുടങ്ങിയ വശം അതും എടുത്ത് അതേപോലെ തന്നെ ബാക്കിലോട്ട്, കണ്ടോ, ഇങ്ങനെ തന്നെ കുത്തിവെക്കുന്നു. അപ്പം ബാക്ക് വശം കണ്ടോ നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തതിന്റെ ഇതുപോലെയല്ലായിരുന്നു ബാക്ക് വശം. കണ്ട, കാല് പൊക്കമൊക്കെ ചെയ്യുന്നതിന് യാതൊരു പ്രയാസമില്ല, രണ്ട് ചുറ്റുകൊണ്ട്. കണ്ട, നല്ലൊരു ഡിസൈനർ ടോപ്പ് വിട്ട് അതുപോലെ ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഒരു നല്ലൊരു ബ്രോച്ചോ അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ബെൽറ്റോ കിട്ടാവുന്ന ഒരു നല്ല ഭംഗിയാണ് ഈ ഒരു ഡ്രസ്സ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ.